വിഘ്നേഷ് ചേട്ടാ, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്താടോ? മീര പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അന്ന് തന്നെ നമ്മുടെ പ്രോജക്റ്റിൽ അപ്ലൈ ചെയ്തിരുന്നു. സംഭവം വർക്കാവുന്നുണ്ടെന്ന് സ്റ്റാഫ് വിളിച്ചു പറഞ്ഞു. നമ്മുടെ നഷ്ടം കുറഞ്ഞു വരുന്നുണ്ടെന്ന്. ആഹാ, ഓ, ഇപ്പൊ എനിക്ക് സന്തോഷായില്ലേ? സന്തോഷായി. എടോ, വാശിയും വൈരാഗ്യവും വഴക്കുമെല്ലാം നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാക്കൂ. അതേസമയം സ്നേഹവും സൗഹാർദ്ദവും ലാഭങ്ങൾ എല്ലാ തരത്തിലും ഉണ്ടാക്കി തരുമെന്ന് തനിക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. അതെ, അത് സത്യമാണ്. മീര എന്നോട് സംസാരിച്ചതുകൊണ്ടും അവൾ ഇതെല്ലാം എന്നോട് പറഞ്ഞതുകൊണ്ടുവാ ഇങ്ങനൊരു മാറ്റം കമ്പനിയിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചത്. അതെ, കമ്പനി ലാഭത്തിലാക്കാൻ താൻ മറ്റെന്തൊക്കെയോ ചെയ്തു. ഒരു കാര്യവുമില്ലാതെ തന്റെ അങ്കിളിനെ ജയിലിൽ നിറക്കാൻ കാശ് എത്ര ചെലവാക്കിയെന്നറിയാലോ. എന്നിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? അങ്കിളുടെ കാര്യം ഇപ്പൊ ഇതിനിടയിൽ വലിച്ചഴക്കേണ്ട വിഘ്നേഷ് ചേട്ടാ. അന്നത്തെ സാഹചര്യത്തിൽ അതാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നു.